അസ്ട്രോണമേഴ്സ് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയിലേക്കുള്ള ദൂരം ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാലോ? ഇതിനായി നമ്മൾ പാരലാക്സ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം എന്താണ് പാരലാക്സ് മെത്തേഡ് എന്ന് നോക്കാം. നിങ്ങളുടെ തള്ളവിരൽ നേരെ പിടിക്കുക. ഇപ്പോൾ ഇടത് കണ്ണടച്ച് വലത് കണ്ണിലൂടെ നോക്കുക, പിന്നെ വലത് കണ്ണടച്ച് ഇടത് കണ്ണിലൂടെ നോക്കുക. വിരലിന്റെ പൊസിഷൻ ബാക്ക്ഗ്രൗണ്ടിൽ മാറുന്നതായി തോന്നിയില്ലേ? ഇതാണ് പാരലാക്സ് എഫക്ട്. ഇനി ഇവിടെ നമ്മുടെ കണ്ണുകൾക്ക് പകരം അസ്ട്രോണമേഴ്സ് ഭൂമിയുടെ ഓർബിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ജനുവരിയിൽ ഭൂമി സൂര്യന്റെ ഒരു ഭാഗത്തും 6 മാസം കഴിഞ്ഞ് ജൂലൈയിൽ മറുഭാഗത്തും ആയിരിക്കും. ഈ 2 പൊസിഷനുകളിൽ നിന്നും പ്രോക്സിമ സെന്റോറിയുടെ ചിത്രങ്ങൾ എടുക്കും. അത് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാർസിനൊപ്പം നോക്കിയാൽ നക്ഷത്രത്തിന്റെ പൊസിഷൻ ചെറുതായി മാറിയതായി കാണാം. ആ ചെറിയ ആംഗിൾ ആണ് പാരലാക്സ് ആംഗിൾ. പ്രോക്സിമ സെന്റോറിയുടെ കാര്യത്തിൽ അത് അപ്രോക്സ് 0.77 ആർക്ക് സെക്കൻഡ്സ് ആണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ഫോർമുല ഉപയോഗിച്ചാൽ ഡിസ്റ്റൻസ് കിട്ടും. ആ ഫോർമുലയാണ് d=1/p. ഇവിടെ d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇൻ പാർസെക്കും p എന്ന് പറയുന്നത് പാരലാക്സ് ആംഗിൾ ഇൻ ആർക്ക് സെക്കൻഡ്സുമാണ്. അപ്പോൾ 1/0.77 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.30 പാർസെക്സ് കിട്ടും. ഒരു പാർസെക് ഏകദേശം 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. അപ്പോൾ 1.30 into 3.26 അപ്രോക്സിമേറ്റ്ലി 4.24 ലൈറ്റ് ഇയേഴ്സ്. അതാണ് പ്രോക്സിമ സെന്റോറിയിലേക്കുള്ള ദൂരം. പാരലാക്സ് മെത്തേഡ് അടുത്തുള്ള നക്ഷത്രങ്ങൾക്ക് മാത്രം നന്നായി വർക്ക് ചെയ്യും. അതായത് ഒരു 100 ലൈറ്റ് ഇയറിനുള്ളിൽ വളരെ അകലെയുള്ള നക്ഷത്രങ്ങൾക്ക് ഇതിനേക്കാളും കോംപ്ലക്സ് ആയ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ.